എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ചക്കയാട്ടോ, ചക്കപ്പഴമാണ്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നമുക്ക് എടുത്ത് വരട്ടി അട ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ല സൂപ്പർ അട ഒന്ന് കാണാം കേട്ടോ. ഞാൻ മുറിച്ച് നോക്കട്ടെ, കൊള്ളാവോന്ന് അറിയില്ല. കൊള്ളില്ലെങ്കിൽ പൊക്കം വിടാം. നോക്കട്ടെ. നന്നായിട്ട് പഴുത്ത് പോയി കേട്ടോ. ഞാൻ ഇത് പറിച്ച് വെച്ചേച്ച് ഇട്ട് വെച്ച് ഞാൻ പോയതാ. ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, മോളുടെ അടുത്ത്. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേനും ഇതങ്ങ് വല്ലാണ്ടായി. കുഴപ്പമൊന്നുമില്ല. ഒരുമാതിരി ഇതുണ്ടോ, ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇത്തിരി പഴുപ്പ് കൂടിയെന്നേ ഉള്ളൂ. ആ സാരമില്ല കേട്ടോ, നമുക്ക് വരട്ടാനല്ലേ, വരട്ടാനും പ്രശ്നമില്ല. കുറേ ഞാൻ വരട്ടി വെച്ച് ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വരട്ടി നമുക്ക് അട ഉണ്ടാക്കുന്നതാണേ, അതാണ്. അപ്പം നമുക്കിത് എടുത്തിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ അടത്തിക്കൊണ്ട് വന്നു. കുറേ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. ബാക്കി കുരു എടുത്തു. ഞാൻ ഇത് കൂഴ ആയതുകൊണ്ടേ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചിട്ട് ഒന്ന് വരട്ടുന്ന പോലെ പയ്യെ ഒന്ന് വേവിച്ച് അടയുണ്ടാക്കാം കേട്ടോ. അരച്ചെടുക്കട്ടെ, എന്നിട്ട് കാണാമേ. ഇതുകൊണ്ടില്ലേ, ഇങ്ങനെ ആയിരിക്കണേ. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ചക്കയടയ്ക്കുള്ള ചക്കപ്പഴം റെഡി. ഇനിയിപ്പം നമുക്കിത് ഉരുളിക്കകത്തിട്ടൊന്ന് പയ്യെ വരട്ടി അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. ചക്ക തീരുവാ, അതാണ്. ഞാനിത് വറുത്ത് കോരിട്ടോ. ഇതുണ്ടോ, തേങ്ങ വലിയ അങ്ങോട്ട് ബ്രൗൺ കളറാണ് കേട്ടോ. ഇനി ഇപ്പം എന്താണെന്നറിയോ, നമുക്ക് ഈ ചക്കപ്പഴം ഒന്ന് വെള്ളം വെച്ചെടുക്കാം. വറുത്തി അങ്ങനെ വെച്ചേക്കല്ലേ, എന്താ കൂടെയാണ്. എന്താ നമ്മുടെ വരിക്കച്ചക്കപ്പഴം വരട്ടി ഞാൻ കുറേ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് പക്ഷേ എന്താണെന്നറിയോ, കൂടെയാണേ. അപ്പം അട ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം മീൻ കിട്ടിയതാട്ടോ, പഴുത്ത്. അപ്പം തീർന്നു, ചക്കപ്പഴമൊക്കെ തീർന്നു. അതുകൊണ്ട് ഞാനത് അവസാനത്തെ ആണല്ലോ എന്ന് നോക്കൊണ്ട് വെച്ചാൽ. ഇതുണ്ടോ, ഈ അടയ്ക്ക് അത് ഇത്തിരി കടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ കൊത്തിയിട്ട കേട്ടോ, അല്ലാതെ തേങ്ങ ഇടണം. അപ്പം നമുക്കിതിൻ്റെ വരട്ടി ഇതിൻ്റെ വെള്ളം അങ്ങ് വറ്റിക്കാം കേട്ടോ. കുറച്ച് വെള്ളം വറ്റായി വരുമ്പോഴത്തേനും നമ്മുടെ ശർക്കരയും കൂടി ഇടാം. ഞാനൊരിക്കലും ഈ കൂടച്ചക്കപ്പഴം വരട്ടി വെക്കാറില്ല. ഇതിപ്പോൾ ഇപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെള്ളമായതുകൊണ്ടാണ് ഞാനിത്. അല്ലാതെ ഇത് വരട്ടണം എന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഉണ്ടാകും. അപ്പം ഞാനുണ്ടല്ലോ, അത് കുറേ പറ്റി വന്നു കേട്ടോ. ഈ ശർക്കര ഞാൻ ഇടിച്ചുടച്ച് വെച്ചതാണ്, അതങ്ങോട്ട് തട്ടി കൊടുത്തേ. ഇനിയിപ്പോൾ അതവിടെ കഴിയുന്നത് ഒന്ന് സെറ്റ് ആകട്ടെ കേട്ടോ. പിന്നെ അപ്പോഴത്തേനും നമുക്ക് ഈ ഇലയുണ്ടല്ലോ, ഇലയൊന്ന് വാട്ടിയെടുക്കാം. ഇത് കുറേ ഞാൻ വാട്ടി വെച്ചിരിക്കുക കേട്ടോ. മഴയായതുകൊണ്ട് ഒച്ച കേൾക്കാമെന്ന് എനിക്കറിയില്ലേ. അപ്പം എന്താണ്, നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം. കുറേ ഞാൻ വാട്ടി വെച്ചിരിക്കുക. ഇത് ഇങ്ങനെ പണ്ട് അടുപ്പൊക്കെ ഉള്ളപ്പോഴാണ്, അടുപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ അടുപ്പാണ്. ഞാൻ പിന്നെ ഇത് സൗകര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അടുപ്പിന് ഇത്തിരി പ്രശ്നമുണ്ട്. ഇത് കണ്ടോ, അതുകൊണ്ടാണ് അടുപ്പ് കളഞ്ഞിട്ടില്ല. എന്തെങ്കിലും പ്രത്യേക സാഹചര്യം വെച്ച് ഞാനത് ഉപയോഗിക്കണം. പക്ഷെ അത് പൊട്ടലുള്ളതുകൊണ്ടേ ഇങ്ങനെ വാട്ടി, അല്ലെങ്കിൽ അടുപ്പത്ത് ഇങ്ങനെ അരിയൊക്കെ ചോറൊക്കെ വെന്ത് കഴിയുമ്പോഴേ ഇതിങ്ങനെ വെച്ചാൽ ഇത് വാടി കിട്ടും. അല്ലെ നമ്മുടെ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് ആണെങ്കിലും ഈ ഇലയൊന്ന് വാടി കിട്ടും. വാട്ടി ഇലയ്ക്ക് വേറൊരു സ്വാദാട്ടോ. അതുകൊണ്ടാണ് വാട്ടി ഇലയിൽ എല്ലാം ഉണ്ടാക്കി നിൽക്കും. നമ്മളിപ്പോൾ ചോറ് ആണെങ്കിലും കുഞ്ഞ് പണ്ട് സ്കൂളിൽ കൊണ്ടുപോകാറില്ലേ, അപ്പം അതിന് നല്ല സ്വാദല്ലേ. അപ്പം അതുപോലത്തെ സ്വാദാണ് വാട്ടി ഇലയ്ക്ക് ഒരു പ്രത്യേക സ്വാദം. ഇപ്പം എന്താണെന്നറിയോ, നമുക്കിതൊന്ന് സെറ്റ് ആകട്ടെ കേട്ടോ. അപ്പം ഇടയ്ക്ക് ഞാൻ നെയ്യുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ഞാൻ ഇത്തിരി ഇങ്ങനെ ഒഴിച്ചു. എനിക്ക് വേറെ
കഴുകിയിട്ടാണ് കേട്ടോ വാട്ടിയത്. കഴുകി ഇതൊന്ന് തുടച്ച് എടുക്കാം. അതിരിക്കട്ടെ. അപ്പം എന്താണെന്നറിയോ, ഇത് കണ്ടോ ഞാനത് ആ വരട്ടി ആ കുഴച്ചക്ക അത് ഞാൻ വരട്ടാൻ വെക്കുന്നൊക്കെ കാണിച്ചില്ലേ, അത് വരട്ടി കേട്ടോ. കുറച്ച് ഞാൻ എടുത്തോളൂ, ബാക്കി ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ വല്ല ഇത് മാറ്റി വെച്ചു. കുറച്ച് മതിയിലോ നോക്കണോ, ഒത്തിരി എഴുണ്ടല്ലോ. അപ്പം എന്താണെന്നറിയോ, അതിനായിട്ട് ഞാൻ എന്നിട്ട് ഈ അരിപ്പൊടി സാധാരണ ഞാനുണ്ടല്ലോ ഈ റവയിലാണ് ഉണ്ടാക്കാറ്, എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷെ ഞാനൊരു ഇപ്രാവശ്യം ഇടിയപ്പപ്പൊടി ഇല്ലേ അതിൻ്റെ സ്റ്റേഷനറി അത് നമുക്ക് ഒത്തിരി അതിനൊന്നും പ്രത്യേകം കണക്കൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, കുറച്ചും കൂടെ ഇടാം. പിന്നെ എന്താണെന്നറിയോ, ഇത് പിന്നെ നമ്മുടെ റവയാട്ടോ ഉണ്ടാക്കണം. അത് വേണമെങ്കിൽ ഒത്തിരി ഇടാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെന്താ, ഞാൻ എന്താണ് നമ്മുടെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചു വെച്ചേക്കണം, അതുകൂടി ഇടാം കേട്ടോ. അത് പക്ഷേ ഞാൻ ഈ വറുത്തേൻ്റെ കൂടി ഇട്ടതാണ്, എന്നാലും എന്താ സ്വാദല്ലേ. നല്ല മഴ കേട്ടോ, വേറെ പണിയൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു പണിയുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങക്കൊത്ത് മുമ്പേ വറുത്ത് വെച്ചിട്ടില്ലേ നെയ്ക്കകത്ത്, അത്. പിന്നെന്താ, ഇത്തിരി ഉപ്പ് കൂടി ഇടാം. ഉപ്പ് കേട്ടോ, തേങ്ങക്കൊത്ത് വലിയ തേങ്ങക്കൊത്തൊക്കെ കിടക്കുക. ഉപ്പിട്ടു. പിന്നെന്താ, ഇത്തിരി തേങ്ങ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്, അരമുറിയേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ അത് കൂടുതൽ വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ തേങ്ങ കൊത്ത് വറുത്തിട്ടില്ലേ, ഇതൊക്കെ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ശർക്കര ഇത്തിരി കുറവാണ് ഞാനിട്ടത്. അപ്പം എന്താണെന്നറിയോ, നമുക്ക് ഇത്തിരി ശർക്കരയും കൂടെ ചേർക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് കുഴയ്ക്കണം. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ അകത്ത് ഇതിങ്ങനെ ഇങ്ങനെ പരത്തും ഈ ഇലയിൽ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ തേങ്ങയും ശർക്കരയും അവരും ഒക്കെ കൂടെ കുഴച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മടക്കും. അങ്ങനെയാണ് വത്സെന്ന് ഞങ്ങളിവിടെ പറയുന്നത് കേട്ടോ. ഇടയ്ക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കുഴയ്ക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാമെന്നല്ല, ചുമ്മാ ഞാനിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താണെന്നറിയോ, എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ. കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കുഴച്ചെടുത്തിട്ടൊന്ന് കാണാം കേട്ടോ. പിന്നെ ഇതില്ലേ, ഞാനിത് കുഴച്ചു കേട്ടോ. കുഴച്ചിട്ട് ഇത് ഒരെണ്ണം ഇങ്ങനെ ഇതുണ്ടോ, നമ്മുടെ ചോറുംപൊതിയില്ലേ അത് പൊതിയണ പോലെ. അല്ലാതെ ഇങ്ങനെ കുമ്പിള് മറ്റേ നമ്മുടെ എണ്ണയിലില്ലേ അതിനകത്ത് ഉണ്ടാക്കാൻ. ഞാൻ പിന്നെ ഇതിന് വേറൊരു സ്വാദം, ഓരോന്നിനും ഓരോ സ്വാദല്ലേ. പതിയുടെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി കുമ്പിളപ്പേ. ഞങ്ങളിവിടെ പറയണത് എന്താണെന്നറിയാം, കുമ്പിളപ്പത്തിന് പൂച്ചയപ്പം എന്നാണ്. ഓരോ നാട്ടിലും ഓരോ ഭാഷയല്ലേ. ഇങ്ങനെ പൊതിഞ്ഞ് നമുക്കിവിടെ ഇങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ചുമ്മാ മഴയല്ലേ, മഴയത്ത് വേറെ പണിയൊന്നുമില്ല വെളിയിലോട്ട്. പുറത്ത് നല്ല കേട്ടോ, ഭയങ്കര ഇരുളിമയാട്ടോ. പൊക്കത്തിൽ എൻ്റെ പച്ചക്കറിയൊക്കെ ഉണ്ട്, അതൊക്കെ പോകും. ഇന്നലെ കയറിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സുഡമോണസൊക്കെ തളിക്കണം നോക്കാം, പക്ഷേ ഈ മഴയത്ത് തളിക്കുന്നില്ല എന്ന് വെച്ചു കേട്ടോ. ഇങ്ങനെ പൊതിഞ്ഞ് നമുക്ക് വെക്കാം കേട്ടോ. ഞാനതെല്ലാം ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ചോറുപൊതി ഇല്ലെന്ന് പറഞ്ഞത്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തെടുത്ത് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ തുളയിടും. അപ്പം എന്താണെന്നറിയോ, യാതൊരു പെട്ടെന്ന് നമുക്ക് കയറാൻ എടുക്കും, പെട്ടെന്ന് വെന്തിട്ടുള്ളത്. പല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് പിന്നെ ചക്ക സീസണല്ലേ, നമ്മൾ ചക്ക സീസൺ അങ്ങ് ആഘോഷിക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, എല്ലാവരും ഒരു വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റും. അതുകൊണ്ട് കേട്ടോ. അപ്പം എന്താ, ഓക്കെ, അടിച്ചു വെക്കാം. എന്താണെന്ന് വെച്ചാൽ അത് കൂടെ വെന്ത് കഴിഞ്ഞിട്ട് കൂടെ കാണിക്കട്ടെ. അതാണ് വെന്തിട്ട് കാണാം കേട്ടോ. അപ്പം എന്താണെന്നോ, ഞാനിത് ഇങ്ങനെ വെച്ച് പോയി കുളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ എൻ്റെ ഇലയിട ഇവിടെ റെഡി ആയിട്ടോ. ചക്കപ്പഴം കൊണ്ടുള്ള നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഇതുണ്ടോ,
അതിൻ്റെ ആ ചക്കപ്പഴത്തിൻ്റെയും ഏലക്കായുടെയും തേങ്ങയുടെയും തേങ്ങ വറുത്തിട്ടതല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഏലക്ക, അരിപ്പൊടിയാണ്. അപ്പോൾ സൂപ്പർ കേട്ടോ. ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി എടുക്കാൻ ഇത്തിരി താമസിച്ചു കേട്ടോ, അതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.